ബഹുമാനരായ വേദിയിലും സദസ്സിലുമുള്ള സംഘടനാ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ മഹല്ലുകളിലും നടന്നു വരുന്ന പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന ശീർഷകത്തിലുള്ള ഫാമിലി മീറ്റിൻ്റെ ഭാഗമായി നമ്മുടെ ഈ പ്രദേശത്തെ ഇസ്ലാഹി പ്രവർത്തകർ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ സദസ്സിലേക്ക് ദീനി സദസ്സിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാകുന്ന മലക്കുകൾ പ്രത്യേകമായി പ്രാർത്ഥിക്കും എന്ന് അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുവിശേഷം അറിയിച്ച ഒരു സദസ്സിൽ നാളെ നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗപ്രവേശനത്തിന് പിന്തുണയേകുന്ന ഒരു നന്മയിലാണ്, നന്മ നിറഞ്ഞ ഒരു സദസ്സിലും സംഗമത്തിലുമാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഈ രംഗത്തുള്ള ചെറുതും വലുതുമായ എല്ലാ പ്രയത്നങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇത്തരം നന്മകളിൽ ഒരുമിച്ച് കൂടുന്നത് പോലെ നാളെ മരണാനന്തര ജീവിതത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് ലോകത്തുള്ള മറ്റു ജീവവർഗങ്ങളിൽ നിന്ന് ഒട്ടനവധി പ്രത്യേകതകളും വേറിട്ട് നിർത്തുന്ന ഘടകങ്ങളുമുണ്ട് എന്ന് നമുക്കറിയാം. മനുഷ്യനേക്കാൾ ലോകത്ത് ഒരുപാട് ജീവവർഗങ്ങളുണ്ട്. ആ ജീവവർഗങ്ങളിൽ നിന്ന് ഒരു മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്ന വ്യത്യസ്തമായ ഘടകങ്ങൾ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഏറ്റവും ശ്രേഷ്ഠൻ മനുഷ്യനാണ് എന്ന് മനുഷ്യർ പറയുമ്പോൾ മനുഷ്യനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ചീറ്റപ്പുലി പോലെയുള്ള മൃഗങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ അപാരമായ ബുദ്ധിവൈഭവമുള്ള, വ്യത്യസ്ത തരത്തിലുള്ള ഇന്റലിജൻസ്, വ്യത്യസ്ത തരത്തിലുള്ള ബുദ്ധിയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ കൊണ്ട് സമ്പന്നനാണ് എന്ന് പറയുമ്പോഴും കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഇടങ്ങളിലെല്ലാം തെളിവന്വേഷിച്ചുകൊണ്ട് മനുഷ്യൻ പരക്കം പായുമ്പോൾ അവനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പോലീസ് നായയെ പോലെയുള്ള ജീവികളാണ് എന്നതും നമുക്ക് തിരിച്ചറിവുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ ശക്തനാണ് എന്ന് നാം പറയുമ്പോഴും മനുഷ്യനേക്കാൾ ശക്തിയുള്ള ആന പോലെയുള്ള ജീവികളും ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നത് നമുക്ക് തിരിച്ചറിവുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും സന്തോഷപൂർവം, സമാധാനപൂർവം ജീവിതത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് പ്രയാണം നടത്തുന്നു എന്ന് പറയുമ്പോഴും മനുഷ്യനേക്കാൾ കൂടുതൽ ആയുസ്സുള്ള, ഒരു വേള മനുഷ്യന്റെ ഇരട്ടി ആയുസ്സുള്ള ആമയെപ്പോലെയുള്ള ജീവവർഗങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റു ജീവവർഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേറിട്ട് നിർത്തുന്ന, മനുഷ്യൻ മൃഗമല്ല എന്ന് തെളിയിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ട് എന്നതാണ് ഇസ്ലാം മാനവതയുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. സാധാരണ അറബിയിൽ ഒരു മൃഗത്തിന് പറയുന്ന ഒരു അറബി പദം എന്ന് പറയുന്നത് ഹയവാൻ എന്നാണ്. അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് അത്തരം പദങ്ങൾ, പ്രയോഗങ്ങൾ മദ്രസകളിലോ സ്കൂളുകളിലോ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഓർമ്മയുള്ള ഒരു പ്രയോഗമായിരിക്കും ഹയവാൻ എന്നത്. ഒരു ജീവിയെ, പ്രത്യേകിച്ച് മൃഗങ്ങളെ സൂചിപ്പിക്കുന്ന അറബി ഭാഷയിലെ പദമാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചും അവനും ഒരു ഹയവാനാണ്, ജീവനുള്ളവനാണ് എന്ന അർത്ഥത്തിലും ഹയവാനുൻ നാത്തിഖ്, സംസാരശേഷിയുള്ള, ആശയങ്ങൾ പരസ്പരം സംവദിക്കുവാനും കൈമാറാനും അത് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങളെ പരസ്പരം അറിയിക്കുവാൻ സാധിക്കുന്നവനാണ് മനുഷ്യൻ എന്ന നിലക്ക് വിശദീകരിക്കാറുണ്ട്. ലോകത്ത് രണ്ട് തരത്തിലുള്ള ചർച്ചകളാണുള്ളത്. മനുഷ്യനായി മാനവികതയുടെ മൂല്യങ്ങളോടെ ജീവിക്കണം, മാനവികതയുടെ വക്താക്കളായി ജീവിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നവർ. യഥാർത്ഥത്തിൽ അങ്ങനെ ആഹ്വാനം ചെയ്യുക എന്നതാണ് മതത്തിന്റെ കടമ,
ആ രംഗത്ത് ദൈവിക മതമായ ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് അവൻ ഏറ്റവും നല്ല മികവാർന്ന മനുഷ്യനായി ജീവിക്കണമെന്നാണ്. എന്നാൽ മനുഷ്യത്വത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും ആഹ്വാനം ചെയ്തുകൊണ്ട് മനുഷ്യൻ മറ്റു ജീവജാലങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൃഗങ്ങൾക്ക് തുല്യമായ ജീവിത വ്യവസ്ഥയെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ ലോകത്തുണ്ട് എന്നതൊരു സത്യമാണ്. പുരുഷൻ പുരുഷനെ പ്രാപിക്കുന്ന, പെണ്ണ് പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുന്ന സ്വവർഗരിതയും സ്വവർഗ വിവാഹവും ആഘോഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് മനുഷ്യരെ നിങ്ങൾ ഇത്ര വൈകൃതം നിറഞ്ഞ അറപ്പുളവാക്കുന്ന മ്ലേച്ഛമായ ഈ പാപവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ന്യായം പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ ചിലർ വരാറുള്ളത് ജീവവർഗങ്ങളിലും അത്തരത്തിലുള്ള വൈകാരികതകളുള്ള ഒരേ ലിംഗത്തിലുള്ളവരോട് വൈകാരികത പ്രകടിപ്പിക്കുന്ന ജീവജാലങ്ങൾ ഉണ്ടല്ലോ എന്നാണ്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് മനുഷ്യൻ അല്ലാഹു തആല കാഴ്ചശേഷി നൽകി, കേൾവിശേഷി നൽകി, കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ഒരു ഹൃദയം നൽകി. അവൻ കാണേണ്ടത് കാണണം, കേൾക്കേണ്ടത് കേൾക്കണം, വായിക്കേണ്ടത് വായിക്കണം, കണ്ടറിയേണ്ടത് കണ്ടറിയണം. എന്നിട്ട് അവൻ ഒരു സമ്പൂർണ്ണ മനുഷ്യനായി ജീവിക്കണമെന്നാണ് മനുഷ്യരോട് അല്ലാഹു പറയുന്നത്. ഈ രംഗത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരുപാട് ആയത്തുകൾ വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരുടെ കൂട്ടത്തിലും ജിന്നുവർഗത്തിൽപ്പെട്ടവരിലും നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ധാരാളം ആളുകളുണ്ട്. എന്തേ അവർ നരകത്തിലേക്ക് പോകാനുള്ള കാരണം? കാണേണ്ടത് കാണാൻ, കേൾക്കേണ്ടത് കേൾക്കാൻ, അറിയേണ്ടത് അറിയാൻ, ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കാൻ അവർക്ക് സാധിക്കാതെ പോയി എന്നതാണ്. ആ ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്. അല്ല, ബൽഹും അവൽ, മൃഗങ്ങളെക്കാൾ അധപതിച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അഥവാ മനുഷ്യർ ഏതെങ്കിലും മൃഗത്തെ പോലെ കുറച്ചു കാലം ജീവിക്കുന്നു, ഇഷ്ടപ്പെട്ടതുപോലെ കടന്നു പോകുന്നു, കണ്ണിൽ കണ്ടതെല്ലാം വാരി വലിച്ച് തിന്നുന്നു. അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു മൃഗത്തെ പോലെ മൃഗീയ വാസനകളുമായി ജീവിക്കേണ്ടവനല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലുള്ള കോടിക്കണക്കിന് ജീവവർഗങ്ങളിൽ നിന്ന് പല വിഷയങ്ങളിലും വേറിട്ട് നിൽക്കുന്നു. ഏറ്റവും വലിയ സവിശേഷത കുടുംബമായി ജീവിക്കുന്നത് മനുഷ്യർ മാത്രമാണ്. വെല്ലിപ്പയും വെല്ലിമ്മയും പേരക്കുട്ടികളും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു സമ്പൂർണ്ണ വിവിധ തലമുറകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം, അവർക്കിടയിൽ ഇണക്കവും ബന്ധങ്ങളുമുള്ള ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ അത് കാണുന്നത് ജന്തുലോകത്ത് മറ്റു ജീവജാലങ്ങൾക്കിടയിൽ പ്രകടമാകാത്ത, മനുഷ്യർക്കിടയിൽ മാത്രം നിലനിൽക്കുന്ന അനിവാര്യമായ ഒരു ഘടകമാണ് കുടുംബവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള തലങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ചുറ്റുപാടുള്ള, നമ്മുടെ പരിസരത്തുള്ള ചെറിയ ചെറിയ ജീവവർഗങ്ങളെ നോക്കുക. ഒരു പൂച്ച ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആ പൂച്ചയും കുഞ്ഞുങ്ങളും ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവർ ഒരുമിച്ച് നടക്കാറില്ല. ദിവസങ്ങൾ കഴിഞ്ഞാൽ തന്റെ തള്ളപ്പൂച്ചയെ കാണാൻ, സന്ദർശിക്കുവാൻ, അതിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ഈ ചെറിയ പൂച്ചക്കുട്ടികൾ അതിന്റെ പിന്നാലെ പോകാറില്ല. ഒരു മുട്ടത്തോട് പൊളിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കോഴിക്കുഞ്ഞ് വന്ന വഴി മറക്കരുതല്ലോ. ഞാൻ പുറത്തു വന്നത്, ഭൂമിയിലേക്ക് പിറന്നു വീണത് ഒരു കോഴിയുടെ, ഒരു കോഴിമുട്ടയുടെ ഒരു ആവരണത്തിലൂടെയാണ്. ഞാൻ ആ മുട്ടത്തോട് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനോട് എനിക്കൊരു വൈകാരിക ബന്ധമുണ്ട്. എനിക്ക് എന്റെ തള്ളപ്പക്ഷിയോട്, എനിക്ക് എന്റെ തള്ളക്കോഴിയോട് ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് അവരങ്ങനെ പരസ്പരം ഇണപിരിയാത്തത് എന്ന് സാഹിത്യ ശൈലിയിൽ പറയുന്നത് പോലെ വേർപിരിയാൻ കഴിയാത്ത രൂപത്തിൽ അവര് ജീവിക്കാറില്ല. ജീവവർഗങ്ങളുടെ പ്രത്യേകത സ്വന്തമായി ഇരതേടാനും സ്വന്തമായി ഇരതേടി ഭക്ഷിക്കാൻ സാധിക്കുന്ന ഘട്ടമായാൽ ഇൻഡിപെൻഡന്റ് ആയി, സ്വതന്ത്രമായി വേറിട്ട് ജീവിക്കുന്ന, കമ്മിറ്റ്മെന്റുകളില്ലാത്ത, പ്രതിബദ്ധതയില്ലാത്ത, ആരും ചോദ്യം ചെയ്യാനില്ലാത്ത, ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനില്ലാത്ത ഒരു അവസ്ഥ അവർക്കുണ്ട്. എന്നാൽ നമ്മുടെ അവസ്ഥകൾ വ്യത്യസ്തമാണ്. നമ്മുടെ വീട്ടിലുള്ള മകൻ രാത്രി 1 മണിക്ക് വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ അവൻ എവിടെയെങ്കിലും പോവട്ടെ, അവന് ലൈസൻസ് ഉണ്ട്, അവന് സുഹൃത്തുക്കളുണ്ട്,
അവന് പണമുണ്ട്, അവൻ എവിടെയെങ്കിലും പോവട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുക എന്നത് ഒരു ഗൃഹനാഥന്, ഒരു ഉമ്മയുടെ നല്ല ക്വാളിറ്റി അല്ല. ഈ സമയത്ത് നീ എവിടെ പോകുന്നു, എന്തിനാണ് ഈ സമയത്ത് പോകുന്നത് എന്ന് ചോദിക്കുവാൻ, നല്ല ശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും ദുശീലങ്ങളെ തിരുത്തുവാനും നിരന്തരമായി ഇടപെടുക എന്ന ഒരു രക്ഷിതാവിന്റെ, ഒരു പാരന്റിന്റെ ഇടപെടൽ തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് കുടുംബമെന്ന ഈ അത്ഭുതകരമായ വ്യവസ്ഥ, ആ അത്ഭുതകരമായ വ്യവസ്ഥ കൊണ്ട് മനുഷ്യൻ ശ്രേഷ്ഠനാണ്. എന്നാൽ ആ കുടുംബ ബന്ധമെന്നത് താലോലിക്കുന്നവർക്ക് താലോലിക്കാനും തകർത്തെറിയുന്നവർക്ക് തകർത്തെറിയാനുമുള്ള, പന്താടാനുള്ള ഒരു കാര്യമല്ല. സൂറത്തു നിസാഇന്റെ ആദ്യ സൂക്തത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു തആല പറയുന്നത്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങളുടെ ഈ ബന്ധങ്ങളെ കുറിച്ച്, രക്തബന്ധത്തെ കുറിച്ച്, കുടുംബ ബന്ധത്തെ കുറിച്ച് മനുഷ്യരെ നിങ്ങളെ ചോദ്യം ചെയ്യുന്നവനാണ് അല്ലാഹു. ആ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണം. ഉപ്പയോടും ഉമ്മയോടും, നിന്റെ ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോടുള്ള ആ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ആ കുടുംബ ബന്ധം ഭദ്രമായി നല്ല രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് ഇസ്ലാം മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നത്. ലോകത്ത് വ്യത്യസ്ത മതങ്ങളുണ്ട്, വ്യത്യസ്ത മത സമൂഹങ്ങളുണ്ട്. കുടുംബമെന്ന സംവിധാനം അത് ജീവിതത്തിന്റെ ഒരു ആവശ്യമാണ് എന്ന് തിരിച്ചറിയുമ്പോഴും അതിനെ മനോഹരമായി നിലനിർത്തുക എന്ന ഒരു കടമയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നാം പഠിക്കുന്ന ശാസ്ത്രം, നാം വായിച്ചിട്ടുള്ള ശാസ്ത്രം, അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം, ഒരു ഭാഗം എന്ന് പറയുന്നത് നാച്ചുറൽ സയൻസ് ആണ്. ആ നാച്ചുറൽ സയൻസ് മനുഷ്യരെ കുറിച്ച്, ജീവവർഗങ്ങളെ കുറിച്ച് പറയുന്നത് മനുഷ്യരിൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവണമെന്നാണ്. സന്താന ഉൽപാദനം ഉണ്ടാവണം, ഒരു ഇണയിൽ നിന്ന് മക്കൾ ഉണ്ടാവണം, അങ്ങനെ തലമുറകൾ ഉണ്ടാവണം, പുതിയ തലമുറകൾ, പുതിയ ജനറേഷൻ ഉണ്ടാകണമെന്നതാണ് നാച്ചുറൽ സയൻസ് പോലും, ആധുനിക ശാസ്ത്രം പോലും ലോകത്ത് നിലനിൽക്കുന്ന മനുഷ്യ ജീവിതങ്ങളെ കുറിച്ച് പറയുന്നത്. അവിടെയാണ് ആണ് ആണിനെ കെട്ടുന്ന, പെണ്ണ് പെണ്ണിനെ കെട്ടുന്ന, വിവാഹം വേണ്ടതില്ല എന്ന് പറയുന്ന, വിവാഹം കഴിക്കുമ്പോഴും എനിക്ക് കുട്ടി വേണ്ട എന്ന് പറയുന്ന, കുട്ടി ഉണ്ടായാൽ പോലും എനിക്ക് നോക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന, ഡേ കെയറുകളിലും പ്രീ സ്കൂളുകളിലും ഹോസ്റ്റലുകളിലും അവരെ ഡംപ് ചെയ്യുന്ന, അവർക്ക് നൽകേണ്ട വൈകാരികമായ പിന്തുണകൾ നൽകാതെ കാലം തീർക്കുന്ന ജീവിതങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മുസ്ലിം സമൂഹം മുസ്ലിമീങ്ങളോടും, മുസ്ലിം സമൂഹം പൊതുസമൂഹത്തോടും ഈ രംഗത്ത് കൃത്യമായ ചില കാഴ്ചപ്പാടുകൾ പഠിപ്പിക്കുന്നു എന്നതാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ബന്ധങ്ങൾ എന്നത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. ആരോഗ്യമുണ്ടാവുമ്പോ എന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, ആ മൊബൈൽ ഫോണിൽ അത്യാവശ്യത്തിലധികം ഇന്റർനെറ്റ് ഉണ്ട്. എനിക്കൊരു AC റൂമിൽ ചാരി ഇരുന്ന് സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കുമ്പോൾ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നാൽ നോക്കാൻ താല്പര്യമില്ലാത്ത, എന്നെ ആരെങ്കിലും വിളിച്ചാൽ വിളി കേൾക്കാൻ താല്പര്യമില്ലാത്ത റീലുകൾ കണ്ട്, OTT പ്ലാറ്റ്ഫോമിൽ സിനിമകൾ കണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന റിയാലിറ്റി ഷോകൾ കണ്ട്, ഓൺലൈൻ ഇടങ്ങളിലുള്ള ഏതോ അറിയാത്തവരോടൊപ്പം ഗെയിം കളിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ അങ്ങനെ സമയം തള്ളി നീക്കുമ്പോൾ ഒരുപക്ഷെ എന്നെ ആരെങ്കിലും വിളിച്ചാൽ, ഉമ്മ വിളിച്ചാൽ, ഭർത്താവ് വിളിച്ചാൽ, ഭാര്യ വിളിച്ചാൽ, ചെറിയ കുട്ടി വിളിച്ചാൽ നമുക്കതൊരു അസ്വസ്ഥതയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുക, നമ്മളൊന്ന് കിടപ്പിലായാൽ, ഒരു അസുഖം ബാധിച്ചാൽ 2-3 ദിവസം തളർച്ച ബാധിച്ച് പ്രയാസകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ആശുപത്രിയിലാവട്ടെ, വീട്ടിലാവട്ടെ, ആ സമയത്ത് കുറെയൊക്കെ ഇരുന്ന് കിടന്ന് ചെരിഞ്ഞ് കമിഴ്ന്ന് സമയം തള്ളി നീക്കുമ്പോഴും, കുറെ നേരം മൊബൈൽ ഫോണിലൊക്കെ സമയം തള്ളി നീക്കിയാലും ഒരു മനുഷ്യപ്പറ്റുള്ള ഒരാൾ തന്നെ ഒന്ന് വിളിക്കുന്നത്, തന്നെ ഒന്ന് കാണുന്നത്, തന്നെ ഒന്ന് ആശ്വസിപ്പിക്കുന്നത് മനുഷ്യൻ കൊതിച്ചു പോകുന്നു എന്നതൊരു വസ്തുതയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഈ പരിസരങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമുകൾ ഉണ്ടെങ്കിൽ, വൃദ്ധസദനങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ വൃദ്ധസദനങ്ങളിലേക്ക് പോവുക. ബന്ധങ്ങളെ കുറിച്ച് ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ നിങ്ങൾക്ക് അവരെ കാണാം. സാധാരണ നമ്മളെ വീട്ടിലുള്ള രക്ഷിതാക്കളുടെ ഒരു അവസ്ഥ, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളുടെ അവസ്ഥ
അവസ്ഥ. അവര് വീട്ടിൽ അവരോട് സംസാരിക്കാൻ പൊതുവെ ആളുകളില്ല, വീട്ടുകാർക്ക് സംസാരിക്കാൻ നേരമില്ല. ചെറിയ കുട്ടികൾക്ക് അവരുടെ കളിയും മൊബൈൽ ഫോണുമായി സമയം ചെലവഴിക്കുമ്പോ വല്യപ്പയോടോ വല്യമ്മയോടോ സംസാരിക്കാൻ സമയമുണ്ടാകില്ല. അതിന്റെ ഒരു ദുഃഖം, അതിന്റെ ഒരു വേദന, അതിന്റെ ഒരു നൊമ്പരം സ്വാഭാവികമായും പ്രായമുള്ള നമ്മുടെ വല്യപ്പ വല്യമ്മ എന്നൊക്കെ പറയുന്ന തലത്തിലുള്ള നമ്മുടെ ഉപ്പയും ഉമ്മയും അനുഭവിക്കുന്നുണ്ട്. എന്നാലും വീട്ടിലെ ആ ശബ്ദങ്ങൾ, വീട്ടിലെ ആ കളിച്ചിരികൾ, വീട്ടിലെ ആ നിലവിളികൾ, വീട്ടിലെ പൊട്ടിച്ചിരികൾ, അതിൽ ഒരു ആനന്ദം കണ്ടെത്തുന്ന അവരെയൊക്കെ കൺകുളിർക്കെ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്ന നിലക്ക് ആശ്വാസം കൊള്ളാൻ അവർക്ക് സാധിക്കും. എന്നാൽ വൃദ്ധസദനങ്ങളിലുള്ള ആളുകൾ അവരുടെ പ്രായത്തിലുള്ളവരുമായി സംസാരിക്കാൻ, സമയം ചെലവഴിക്കാൻ, ഹാൻഡിക്രാഫ്റ്റുകൾ, കരകൗശല വിദ്യകൾ എന്ന നിലക്ക് പറയാവുന്ന സമയം പ്രൊഡക്റ്റീവായി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്ന പല പ്രവർത്തനങ്ങളും അവർക്കുണ്ട്. സമയത്തിന് ഭക്ഷണമുണ്ട്, ഡോക്ടർ റൗണ്ട്സിന് വരും, നഴ്സ് വന്നവരെ പരിചരിക്കും, പ്രായമുള്ളവരെ പ്രത്യേകമായി പരിചരിക്കുന്ന ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകളും കടന്നു വരും. പക്ഷേ അവരനുഭവിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. ബന്ധങ്ങൾ എന്ന നിലക്കുള്ള കുടുംബ ബന്ധങ്ങൾ ഇല്ലാതെയായി പോയതിന്റെ വേദനകൾ അവരുടെ ജീവിതത്തിന്റെ ഒരു നീറ്റലായി അവരനുഭവിക്കുന്നു എന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഓൾഡ് ഏജ് ഹോമിൽ നേരിട്ട് പോവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത്തരം ഇടങ്ങളുടെ വീഡിയോസ് യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങളിലുണ്ട്. ഒരു നേരം കണ്ടാൽ നമ്മുടെ കണ്ണുകൾ നിറയും, ഒരു നേരം കണ്ടാൽ നമ്മുടെ മനസ്സ് കലങ്ങും. അത്രയും ബന്ധങ്ങൾ ജീവിതത്തിന്റെ എത്ര അനിവാര്യതയാണ് എന്ന് മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾ, ആ മക്കൾ എന്നത് നമ്മൾ വൈകാരികത പ്രകടിപ്പിച്ചപ്പോൾ പ്രകൃതിയുടെ ഒരു നിയമം എന്ന നിലക്ക് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സന്താനങ്ങൾ, ആ സന്താനങ്ങളെ ഭാരമായി കാണുന്നവർ, അതൊരു അമാനത്താണെന്ന് തിരിച്ചറിയാതെ അവർക്ക് നൽകേണ്ട തർബീയത്തിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാത്ത ആളുകൾ, മക്കളില്ലാത്തതിന്റെ പേരിൽ വേദനിക്കുന്നവരുടെ വേദനകൾ അറിയണം. അത് അറിയണമെങ്കിൽ വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ സാധിക്കാത്തതിന്റെ, കൺസീവ് ആകാത്തതിന്റെ, ഒന്ന് ഗർഭം ധരിക്കാൻ പോലും സാധിക്കാത്തതിന്റെ വേദനകളുമായി കഴിഞ്ഞു കൂടുന്നവരുടെ ജീവിതത്തിന്റെ വേദനകൾ അറിഞ്ഞാൽ മതി. നമ്മുടെ നാട്ടിലുള്ള ഈ രംഗത്തുള്ള ചികിത്സകൾ നടത്തുന്ന ആശുപത്രികളുടെ വരാന്തകളിൽ പോയാൽ ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കിടക്കുന്ന മനസ്സുമായി കടന്നു പോകുന്ന ഒരുപാട് ദമ്പതികളെ കാണാൻ സാധിക്കും. ഒരു കുഞ്ഞിന്റെ വിലയറിയണമെങ്കിൽ ആറ്റുനോറ്റുണ്ടായ കുഞ്ഞ് ഗർഭസമയത്ത് മരണപ്പെട്ടത് കേട്ട് ആ ഓപ്പറേഷൻ യൂണിറ്റിന്റെ പുറത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ കുഞ്ഞിന്റെ മരണവാർത്ത കേട്ട് തളർന്നു വീഴുന്ന ഒരു യുവാവിന്റെ ഹൃദയത്തിന്റെ നെഞ്ചെടുപ്പ് കേട്ടാൽ നമ്മുടെ കുട്ടികളുടെ മൂല്യം നമുക്കറിയാൻ സാധിക്കും. നമ്മൾ ആ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇണയെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ആ തലങ്ങളെ കുറിച്ച് ഗൗരവമായി മനസ്സിലാക്കി ജീവിതത്തെ ഏറ്റവും ഫലപ്രദമായി കൊണ്ടുപോവുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ നിങ്ങളോട് തുറന്നു തന്നെ പറയാം, ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒരു മുജാഹിദുകാർ വിളിക്കുന്ന സദസ്സിൽ മാത്രം കേൾക്കുന്നതല്ല. ഇവിടെയുള്ള ഇതര മതസ്ഥർ, ഇതര പ്രസ്ഥാനത്തിലുള്ളവർ, പ്രത്യേകിച്ച് മതമില്ലാത്ത ആളുകളും ഒരുപക്ഷെ നാം ഈ പറഞ്ഞതിൽ അവർക്ക് അംഗീകരിക്കാവുന്ന ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച്, പ്രയാസങ്ങളെ കുറിച്ച്, പരിഹാരങ്ങളെ കുറിച്ച് പറയാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം ഇതുപോലുള്ള ഏത് വിഷയം ചർച്ച ചെയ്താലും, ലഹരി മരുന്നടക്കമുള്ള ഏത് വിഷയം ചർച്ച ചെയ്യുമ്പോഴും ആ വിഷയങ്ങളുടെ ഒരു പരിഹാരമുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തിലാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുള്ളത്. നാം ചരിത്രം പരിശോധിക്കുക. ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നു, സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കാനാണ് അവർ കടന്നു വന്നത്. ശുഐബ് നബിയുടെ ചരിത്രം നോക്കുക. തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന കച്ചവടക്കാരുള്ള ഒരു സമൂഹത്തിലേക്കാണ് ശുഐബ് നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. പരസ്പരമുള്ള അതിക്രമങ്ങളിലൂടെ പണം പെരുപ്പിച്ച് ജീവിച്ച ആളുകൾക്കിടയിൽ ആ പ്രവാചകൻ കടന്നു വരുന്നു. ലൂത്ത് നബി കടന്നു വരുന്നത് പുരുഷൻ പുരുഷനെ തന്നെ പ്രാപിക്കുന്ന സ്വവർഗരതിയുടെ അതൊരു ആഘോഷമായി ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു സമൂഹത്തിലേക്കാണ് കടന്നു പോകുന്നത്. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത് കള്ളും അതേപോലെ തന്നെ പെണ്ണും യുദ്ധവും രക്തച്ചൊരിച്ചിലുമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണ്. ഏത് പ്രവാചകന്മാരുടെ ചരിത്രം നോക്കിയാലും സമാനമായി നാം കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഏതൊക്കെ പ്രതിസന്ധികളുണ്ടോ, ഏതൊക്കെ ജീർണതകളുണ്ടോ, ഏതൊക്കെ
ഇടയ്ക്ക് മനുഷ്യന്റെ മനസ്സിൽ പ്രയാസമായി കടന്നു വരുന്ന ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി പ്രവാചകന്മാർ ആ ഉമ്മത്തിനെ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശമാണ്. മനുഷ്യരെ, ഈ ജീവിതത്തിൽ ഒരു അന്ത്യമുണ്ട്. മരണാനന്തര ജീവിതം അതാണ് ശാശ്വതമെന്ന് മറന്നു പോകരുത്. ടെസ്ലയുടെ ഉടമ എലോൺ മസ്ക് ആണെങ്കിലും മറ്റേത് വ്യക്തികളാണെങ്കിലും ഭൗതിക ജീവിതത്തിൽ സമ്പത്തിന്റെ നിറകയിലിരുന്ന് അവർ സ്വപ്ന ജീവിതം നയിക്കുമ്പോൾ ദുനിയാവിൽ നമ്മെ മോഹിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെയെല്ലാം ചൂണ്ടിക്കാണിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ ദുനിയാവ് നശിക്കുന്നതാണ്, ഈ ദുനിയാവ് നശ്വരമാണ്, മരണാനന്തര ജീവിതമാണ് യാഥാർത്ഥ്യം. ആ മരണാനന്തര ജീവിതത്തിൽ മനുഷ്യന് സ്വർഗം ലഭിക്കാനുള്ള മാർഗമാണ് മതം എന്ന നിലയിൽ മനുഷ്യന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ കാണുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു ശ്രദ്ധേയമായ ഒരു വാചകമുണ്ട്. ഇന്നമാ നസല മിനൽ ഇസ്ലാമി മാ നസല എന്ന് പറഞ്ഞ് അവര് പറയുന്നു. റസൂലുള്ള പ്രബോധനം തുടങ്ങുന്നു. നാട്ടിൽ കുറെ പ്രശ്നങ്ങളുണ്ട്, നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ രക്തം ചൊലിക്കുന്ന സാഹചര്യമുണ്ട്. ആ ഉമ്മത്തിൽ റസൂലുള്ള കടന്നു വന്നു. ആ ഉമ്മത്തിന് റസൂലുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. ഏതായിരുന്നു ആയത്തുകളെന്നോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ സമൂഹത്തിന് റസൂലുള്ള ഓതി കൊടുത്ത ആയത്തുകൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമായിരുന്നു, മരണാനന്തര ജീവിതത്തെക്കുറിച്ചായിരുന്നു. ഏകദൈവ വിശ്വാസവും പരലോക വിശ്വാസവും ഇത് നിരന്തരമായി റസൂലുള്ള അവരെ പഠിപ്പിച്ചു. റസൂലുള്ള ആദ്യം തന്നെ നമസ്കരിക്കണമെന്നല്ല പറഞ്ഞത്, നോമ്പ് നോൽക്കണമെന്നല്ല പറഞ്ഞത്, പലിശ ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്, കള്ളു കുടിക്കരുത് എന്നല്ല പറഞ്ഞത്, സകാത്ത് കൊടുക്കണമെന്നല്ല പറഞ്ഞത്. മക്കയിലെ ദീർഘമായ 13 വർഷത്തിൽ ഒരിക്കൽ പോലും നമസ്കരിക്കണം എന്ന സമൂഹത്തോട് പറഞ്ഞിട്ടില്ല. മറിച്ച് റസൂലുള്ള രാവും പകലും വ്യത്യാസമില്ലാതെ നാട്ടിൽ നടക്കുന്ന ആഘോഷ പ്രദേശങ്ങൾ, പൂരങ്ങളും പട്ടണങ്ങളും എന്ന വ്യത്യാസമില്ലാതെ ആളുകൾക്കിടയിൽ ഇറങ്ങി തിരിഞ്ഞ് റസൂലുള്ള അവർക്ക് പരിചയപ്പെടുത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. സ്വർഗത്തെയും നരകത്തെയും പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. ഫലമ്മാ സാബൻ നാസു ഇലൽ ഇസ്ലാം, ഈ തൗഹീദ് കേട്ട് മരണാനന്തര ജീവിതം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആളുകൾ ആ ഒരു ഇസ്ലാമിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക്, പരലോക വിശ്വാസത്തിലേക്ക് ആളുകളുടെ ഹൃദയം തുടിച്ചു തുടങ്ങിയപ്പോൾ, അവരതിനെ ഉൾക്കൊള്ളാൻ പാകപ്പെട്ടപ്പോൾ നസലൽ ഹലാലു വൽ ഹറാം, ആ സമയത്താണ് ഹലാലും ഹറാമും എന്തെന്ന് പഠിപ്പിക്കുന്ന ആയത്തുകൾ ഇറങ്ങിയത്. ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പൊ ചില ആളുകൾ പറയും, ഒരു പ്രസംഗം കേട്ടു, ആ പ്രസംഗം കേട്ടിട്ട് എന്താ ഒരാൾ നന്നാവാത്തത്, എന്താ പറയുന്നവൻ നന്നാവാത്തത്, എന്താ സംഘടിപ്പിക്കുന്നവർ നന്നാവാത്തത് എന്ന് ചോദിച്ചാൽ അടിത്തറ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിഞ്ഞിട്ടില്ല എന്നാണ്. നമ്മുടെ ഭാര്യ മോശമായി പ്രതികരിക്കുമ്പോൾ അവൾ ആ ഒരു തിന്മ ചെയ്യാനുള്ള കാരണം നമ്മുടെ ഭർത്താവ് നമ്മോട് പരുഷമായി നമ്മെ അപമാനിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ, നമ്മുടെ മക്കൾ നമ്മുടെ നേരെ അലറി ആക്രോശിക്കുന്നുവെങ്കിൽ അതിനൊറ്റ കാരണമുള്ളൂ, അള്ളാഹുവിനെ അറിയേണ്ട വിധം അവരറിഞ്ഞിട്ടില്ല. നരകത്തിന്റെ തീച്ചുളയിലേക്ക് ഈ പാപം കാരണത്താൽ ഞാൻ പോകും എന്ന ചിന്ത അവർക്ക് ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ പ്രബോധനത്തെ വിശകലനം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന വളരെ കൃത്യമായ ഒരു ഫോക്കസ് പോയിന്റ് ഉണ്ട്. ജനങ്ങൾക്ക് നാം പഠിപ്പിക്കേണ്ടത് തൗഹീദാണ്. ജനങ്ങളെ നാം ബോധ്യപ്പെടുത്തേണ്ടത് ആഖിറത്തിലുള്ള വിശ്വാസമാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം നിരന്തരമായി പറയുന്നത്. ഇതുപോലെയുള്ള ഗൃഹയോഗങ്ങളാണെങ്കിലും നമ്മുടെ സമ്മേളനങ്ങളാണെങ്കിലും സെമിനാറുകളിലും സിംപോസിയങ്ങളിലും ഖുതുബകളിലും തിരിച്ചും മറിച്ചും ഉരുട്ടിയും പരത്തിയും നമുക്ക് പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. ആ ആദർശം ശരിപ്പെട്ടാൽ, ആ ആദർശം നന്നായാൽ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ആ സ്വഭാവരംഗത്തെ പരിവർത്തനം നമ്മുടെ ജീവിതങ്ങളിൽ ആവർത്തിക്കും. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി തിരിച്ചറിഞ്ഞാൽ ഫുളൈൽ ഇബ്നു അയാദിനെ പോലെ ലൈംഗിക അരാജകത്തിൽ നിന്ന് മാറി നിൽക്കാൻ, അത്തരം വൈകൃതങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമുക്ക് സാധിക്കും. നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി മനസ്സിലാക്കിയാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലെ യാതൊരു പിശുക്കുമില്ലാതെ സദഖ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ നമ്മളൊരു അവസ്ഥ നോക്കാം.
ഇതുപോലെ ഒരു യോഗത്തിൽ വെച്ചോ പള്ളിയിൽ വെച്ചോ ഒരു ആവശ്യത്തിന് ഫണ്ട് കളക്ഷൻ നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? എല്ലാ വെള്ളിയാഴ്ചയും പിരിവാണ്, ഒരു പരിപാടിക്ക് വന്നാൽ പിരിവാണ്, എപ്പോഴും പിരിവാണ്. ഇഷ്ടമില്ലാത്ത മനസ്സോടുകൂടിയാണ് പലരും സ്വതക്ക ചെയ്യാറുള്ളത്. എന്തേ കാരണം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാരണമുള്ളൂ, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുന്നതിൽ ചില സ്ഖലിതങ്ങൾ, ചില പോറലുകൾ, അതിനെ അപൂർണമാക്കുന്ന ചില കാര്യങ്ങൾ അയാളിൽ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ തൗഹീദിലും ആഖിറത്തിലുമുള്ള വിശ്വാസത്തെ നാം നിരന്തരമായി വിശകലനം ചെയ്യണം. രാത്രി സമയം നാം വീട്ടിലിരിക്കുകയാണ്, ഇശാ നമസ്കരിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആ സമയത്ത് ഇശ നമസ്കരിച്ചിട്ടില്ലെങ്കിലും ഓർമ്മയുണ്ട്, പക്ഷെ സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നാം നമ്മുടെ കിടക്കയിലേക്ക് പോകുന്നുവെങ്കിൽ നമുക്ക് എവിടെയാണ് പിഴവ് സംഭവിച്ചത്? ഇസ്ലാം കാര്യം അഞ്ചാണെന്ന ഇൽമില്ലാത്തതാണോ? നമസ്കാരം പ്രധാനപ്പെട്ടതാണ് എന്ന അറിവില്ലാത്തതാണോ? നമസ്കാരം ഉപേക്ഷിക്കുന്നത് മഹാപാതകമാണ് എന്ന സത്യം അറിയാത്തത് കൊണ്ടാണോ? അല്ല, മറിച്ച് രാത്രിയുടെ വിരിപ്പിലേക്ക് കിടന്നു പോകുമ്പോഴും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ തഖ്വ എന്ന് പറയുന്ന റബ്ബിനെ കുറിച്ചുള്ള ഭയം, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മളെ വിമലീകരിക്കാൻ, നമസ്കരിക്കാത്തവരെ നമസ്കരിക്കണമെന്ന് ചിന്തിക്കാൻ, മൊബൈൽ ഫോണിന്റെ സ്വകാര്യതകളിൽ വൈകൃതങ്ങൾ ആസ്വദിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കാൻ, പലിശ പോലെയുള്ള പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം അള്ളാഹുവിനെ അറിയുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യത അള്ളാഹുവിനെ നമ്മൾ അറിയുക, അള്ളാഹുവിനെ നമ്മുടെ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. ആ രംഗത്ത് ഒരു വീഴ്ചയും നമുക്കുണ്ടാവരുത്. നമ്മുടെ ഒരു ആയുസ്സിൽ ഏറ്റവും ഫലപ്രദമായി നാം ഉറപ്പുവരുത്തേണ്ടത് അള്ളാഹു ആരാണ് എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിലാണ്. വിശുദ്ധ ഖുർആനിലെ അനേകം ആയത്തുകൾ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചരിത്രത്തിലൂടെ കടന്നുപോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം അറിയുമ്പോഴും ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലുള്ളാഹി നടത്തിയ രണ്ട് വിസ്മയകരമായ ചില പ്രവചനങ്ങൾ ഉണ്ട്. ആ പ്രവചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ പ്രവചനം നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം പ്രബോധനം ചെയ്തു. ആ ജീവിതത്തിൽ തളർച്ചയുണ്ട്, കിതപ്പുണ്ട്, കുതിപ്പുമുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും സന്തോഷങ്ങളുമുണ്ട്. ഹിജ്റ പോലെയുള്ള വേദനകളും മക്കം ഫത്ഹ് പോലെയുള്ള സന്തോഷങ്ങളുമുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ അബൂ ത്വാലിബിനെ പോലെയുള്ളവർ ഹിദായത്ത് ലഭിക്കാതെ മരണപ്പെട്ടതിന്റെ വേദനകളും, ഉമർ ഇബ്നു ഖത്താബിനെ പോലെയുള്ളവർ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമെന്നോണം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ സന്തോഷങ്ങളുമുണ്ട്. ആ റസൂലുള്ളാഹി പറഞ്ഞ ഒരു വാചകം, ലയബ്ലുഗന്ന ഹാദൽ അംർ മാ ബലഗ അൽ-ലൈലു വൻ-നഹാർ. എവിടെയെല്ലാം രാവും പകലുമുണ്ടോ അവിടെയെല്ലാം ഇസ്ലാമിക സന്ദേശം എത്തുന്നതാണ്. വലയത്റുല്ലാഹു ബൈത മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹു ഹാദദ്ദീൻ. ഈ മതം കുടില് മുതൽ കൊട്ടാരം വരെ, ഉൾനാടുകൾ പട്ടണങ്ങൾ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ കൂരകളിലും എല്ലാ വീടുകളിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നിന്റെ കാലത്ത് നാം ഒന്ന് ചിന്തിക്കുക, റസൂലുള്ളാഹിയുടെ ആ പ്രവചനം പുലർന്നിട്ടുണ്ടോ? ഇസ്ലാം കമ്മ്യൂണിക്കേഷൻ സംവിധാനമില്ലാത്തൊരു കാലത്ത്, ന്യൂസ് പേപ്പറും സാമൂഹ്യ മാധ്യമങ്ങളും ഇല്ലാത്ത കാലത്ത്, ഇന്റർനെറ്റ് പോലെയുള്ള സംവിധാനങ്ങളില്ലാത്ത കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ഇസ്ലാം മക്കയിൽ മാത്രമല്ല, മദീനയിൽ മാത്രമല്ല, ലോകത്തെവിടെയെല്ലാം സൂര്യോദയങ്ങളും സൂര്യാസ്തമയങ്ങളും ഉണ്ടോ, എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെയെല്ലാം ഇസ്ലാം എത്തുമെന്നാണ്. ആ പ്രവചനം പുലർന്നു, ആ പ്രവചനം സത്യമായി പുലർന്നു എന്ന് ഉൾക്കൊള്ളാവുന്ന ഒരുപാട് ഉദാഹരണങ്ങളിലൂടെയാണ് നാം ജീവിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ അകത്തളങ്ങൾ
അക്ഷരങ്ങളിൽ സ്വർണ്ണ ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയ വാചകങ്ങളിൽ ഒന്ന് 13-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 11-ാം ആയത്താണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. മാറാൻ സന്നദ്ധരല്ലാത്തവരെ അല്ലാഹു മാറ്റുകയില്ല. ഒരു സമൂഹത്തിൽ മാറ്റമുണ്ടാവണമെങ്കിൽ നന്നാവണം, മാറണം എന്ന് ചിന്തിച്ചാൽ മാത്രമേ ആ സമൂഹത്തിൽ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാകൂ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഏതെങ്കിലും പള്ളിയുടെ മുജാഹിദ് പ്രവർത്തകന്റെ വീടിന്റെ ചുമരുകളിലല്ല, കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുള്ള മുസ്ലിമും അമുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും പൊട്ടുതൊട്ടവരും തട്ടമിട്ടവരും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ റസൂലുള്ളാഹിയുടെ വാചകത്തിന്റെ നിത്യതയും സത്യതയും നമുക്ക് തിരിച്ചറിയും. അമുസ്ലിമീങ്ങളായ ആളുകൾ വിശുദ്ധ ഖുർആനിനെ പരിഭാഷ മലയാള ഭാഷയിൽ ശുദ്ധമായി മനോഹരമായി അതിന്റെ മൊഴിമാറ്റം നടത്തിയ ആ അത്തരം പരിഭാഷകൾ മലയാള ഭാഷയിൽ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ നാട്ടിലുള്ള പല സ്കൂളുകളിലും മോർണിംഗ് പ്രയറായി ആലപിക്കുന്ന ഗാനങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹയുടെ പരിഭാഷയായി ആ ആശയങ്ങൾ മനോഹരമായി പാടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കേരളത്തിലെ നിയമസഭയുടെ അകത്ത് പോലും ഖുർആനിന്റെ ആയത്തുകൾ, ഇസ്ലാമിന്റെ ആശയങ്ങൾ, ഇസ്ലാമിന്റെ പ്രമേയങ്ങൾ നിയമസഭയിലും സുപ്രീം കോടതിയിലും അത് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അറിഞ്ഞ ഖുർആൻ എന്ന വിഷയത്തിൽ അമുസ്ലിമായ വി.ഡി. സതീശനെ പോലെയുള്ള കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സംസാരങ്ങൾ കേട്ടാൽ, ഒരു മദ്രസയിൽ പഠിച്ച മലയാള ഖുതുബ കേട്ട QHLS ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മുജാഹിദുകാരുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് അറിയുന്ന അത്ര അറിവിനേക്കാൾ അതിനേക്കാൾ അറിവോടുകൂടി വാചാലമായി സംസാരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ റസൂലുള്ളാഹിയുടെ ആ പ്രവചനം, ഈ ആദർശം, ഇസ്ലാം എന്ന സന്ദേശം കുടിൽ മുതൽ കൊട്ടാരം വരെ എത്തും എന്ന പ്രവചനം നാം ഉൾക്കൊള്ളുകയാണ്. അത് പ്രവചിച്ചത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതേ റസൂലുള്ളാഹ് അശ്റാത്തുസ് സാഅ എന്ന നിലക്ക് ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി ലോകത്ത് നടക്കുന്ന വിസ്മയകരമായ സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ ചില സംസാരങ്ങളുണ്ട്. ആ സംസാരങ്ങൾ വിവിധ ഹദീസുകളിൽ വന്നത് അതിങ്ങനെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു ആശയം, യദ്റസുൽ ഇസ്ലാം കമാ യദ്റസു വശ്യു സൗബ്. വസ്ത്രം നുറുമ്പുന്നത് പോലെ, വസ്ത്രത്തിന്റെ ഡിസൈൻ മാഞ്ഞു പോകുന്നത് പോലെ ഇസ്ലാം മാഞ്ഞു പോകുന്ന ഒരു കാലമുണ്ട്. ഈമാൻ ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് ചുരുണ്ടുകൂടി തിരിച്ചു പോകുന്നത് പോലെ ഈമാൻ മദീനയിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത? അന്ന് ജീവിക്കുന്ന മുസ്ലിമിന് നമസ്കരിക്കേണ്ടത് എങ്ങനെയെന്നറിയില്ല, എങ്ങനെ ഉംറ ചെയ്യണമെന്നറിയില്ല, എങ്ങനെയൊക്കെ സ്വതക ചെയ്യണമെന്നറിയില്ല. കാനേശുമാരി മുസ്ലിമീങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നാണ്. ആ കാലത്ത് ജീവിക്കുന്ന പ്രായമുള്ള ഒരു വല്യപ്പയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഹത്താ തബ്ഖ തവായിഫു മിനൻ നാസ് ഫീഹി ശൈഖുൽ കബീർ വൽ അജൂസ്. പ്രായമങ്ങേ അത്രമാത്രം പ്രായമുള്ള വയോവൃദ്ധരായ ആളുകൾ അവരെ കുട്ടികളോട് പറയും, അവരെ പേരക്കുട്ടികളോട് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ ഒരു വാചകമുണ്ട്, അദ്റകന ആബാഅന കദാലിക യഖൂലൂൻ. ഞങ്ങളെ വല്യപ്പക്ക് അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു വാക്ക് അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന നിലയ്ക്ക് ഒരു കൗതുകമുള്ള ഒരു കാര്യം പ്രായമുള്ളവർ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അവരുടെ പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് ഹദീസുകളിൽ കാണാം, ഈ സംഭവം വിശദീകരിക്കുന്ന സ്വഹാബിയോട് താബിഈ ഒരു വ്യക്തി ചോദിക്കുന്നു, ലാ തുഅനീഹിം, അവർ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് കൊണ്ട് എന്ത് കാര്യം? നിസ്കാരം അറിയില്ല, സ്വതക്ക അറിയില്ല, ഉംറ അറിയില്ല, ഇവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് മാത്രം അറിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ സമയത്ത് ആ സ്വഹാബി റസൂലുള്ളാഹിയിൽ നിന്ന് ലഭിച്ച സന്ദേശം എന്ന നിലക്ക് പറയുന്നു, ആ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഈമാൻ അസ്തമിച്ചു പോകുന്ന അവസ്ഥ
അവസാന കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കറിഞ്ഞു എന്നതിന്റെ പേരിൽ അവർക്കും സ്വർഗം ലഭിക്കും. തുൻജീഹിം അനിന്നാർ, നരകത്തിൽ നിന്ന് ആ വാക്ക് മുഖേന അവർ രക്ഷപ്പെടുമെന്നാണ് ഹദീസുകളിൽ കാണാം. ലാ തഖൂമു സ്സാഅ ഹത്താ ലാ യഖൂലു അല്ലാഹ് 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 എന്ന് പോലും പറയുന്ന ആളുകൾ ഇല്ലാത്ത ഒരു കാലഘട്ടം വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കുക. ഒരു കാലം വരും, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അല്ലാഹ് എന്ന് പോലും പറയാത്ത ആളുകൾ ഉണ്ടാകുമെന്നാണ്. നമ്മളൊന്ന് ചിന്തിക്കാം, അങ്ങനെ ഒരു കാലം വരുമോ? അങ്ങനെ ഒരു കാലം വരുമോ? ഇത് റസൂലുള്ളാഹിന്റെ പ്രവചനമാണ്, അത് വരും, സംശയമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു കാലം വരും എന്ന് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ പ്രായമുള്ള ആളുകൾ ഒന്ന് ചിന്തിക്കുക. പെട്ടെന്ന് കറണ്ട് പോയാൽ എന്താ നമ്മൾ പറയല്? പഠിച്ചോനെ കറണ്ട് പോയി എന്ന്. നല്ല ക്ഷീണമുള്ള സമയത്ത് ഫാൻ ഇട്ട് നമ്മൾ താഴെ അല്ലെങ്കിൽ AC ഇട്ട് നമ്മളെ സോഫയിലോ നമ്മളെ ബെഡിലോ കിടക്കുമ്പോൾ എന്താ പറയാ, അല്ലാഹ് ഭംഗി എന്നൊക്കെ പറയും. ഒന്ന് വീഴാൻ പോകുമ്പോ പഠിച്ചോനെ എന്നൊക്കെ നമ്മളിങ്ങനെ വളരെ സ്വാഭാവികമായി അല്ലാഹ് എന്നോ റബ്ബേ എന്നോ പഠിച്ചോനെ എന്നോ നിരന്തരമായി പ്രായമുള്ള ആളുകൾ ഇങ്ങനെ പറയും. എന്നാൽ നമ്മളൊരു പുതിയ ജനറേഷന്റെ ഒരു അവസ്ഥ, ഇപ്പൊ മദ്രസയിലൊക്കെ അങ്ങനെ പേരിന് ഇങ്ങനെ പഠിച്ചു, പിന്നെ സ്കൂളിലൊക്കെ എത്തിയതിനു ശേഷം പിന്നെ മലയാളത്തിലുള്ള ഖുതുബൊന്നും കേൾക്കാതെ അങ്ങനെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെയൊക്കെ നാട്ടിലുള്ള നമ്മുടെ വീടുകളിലുള്ള കുട്ടികളുടെ സംസാരങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇപ്പൊ നമ്മളൊരു കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കയ്യിൽ നിന്ന് ഗ്ലാസ് സ്ലിപ്പായി നിലത്ത് വീണു. ആ കുട്ടി ആ സമയത്ത് അല്ലാഹ് വീണല്ലോ എന്നാണോ പറയാ, അതല്ല മറ്റെന്തെങ്കിലും ആണോ പറയാ? അബദ്ധത്തിൽ പോലും അല്ലാഹ് പഠിച്ചോനെ എന്റെ റബ്ബേ എന്ന് പറയാത്ത അവസ്ഥയിലേക്കാണ് ഈ തലമുറയുടെ മാറ്റം. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഇത് നിങ്ങൾക്ക് അനുഭവമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? നമ്മൾ അല്ലാഹ് എന്ന് പറയുന്ന അതേ ഫ്രീക്വൻസിയിൽ, അതേ ശൈലിയിൽ നമ്മളൊക്കെ അങ്ങനെ പലപ്പോഴും പറയുന്ന അതേപോലെ പുതിയ തലമുറ പറയാറുണ്ട്, അല്ല പറയാറില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? പറയലുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം ഫീൽ ചെയ്യും. ഇപ്പൊ മുമ്പൊക്കെ നമ്മള് മുജാഹിദുകളെ സദസ്സില് പറയും, നമ്മളെ നാട്ടിലൊക്കെ ഒരു കാലത്ത് സുന്നികളെ അവസ്ഥ എന്തെങ്കിലും കയ്യിൽ നിന്ന് പാത്രം നിലത്ത് വീട് പാലൊക്കെ ചെല്ലിയാല് ഇന്റെ ബദരീങ്ങളെ ഇന്റെ മമ്പർത്ത തങ്ങളെ എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്ന ആൾക്കാരോടൊക്കെ നമ്മള് ഇന്റെ റബ്ബേ എന്ന് പറയിപ്പിച്ചു എന്ന് പറയുമ്പോഴും നമ്മളെ കുട്ടികള് എന്റെ പഠിച്ചോനെ എന്ന് പറയേണ്ട സമയത്ത് പറയാറുണ്ടോ? ചിലപ്പോ ഇംഗ്ലീഷ് ഭാഷയിലെ അശ്ലീലം നിറഞ്ഞ ചില 4 അക്ഷരങ്ങളുള്ള വാക്കുകൾ പറയും, അല്ലെങ്കിൽ പണ്ടാരം, അല്ലാത്തൊരവസ്ഥ തന്നെ, പിന്നെയും എന്നൊക്കെയുള്ള വേറെ കുറെ പുതിയ പദങ്ങളും വാക്കുകളും ഇങ്ങനെ പറയും. അറിയാതെ പോലും അബദ്ധത്തിൽ പോലും അല്ലാഹ് എന്ന് പറയുന്ന അവസ്ഥ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. റസൂലുള്ളാഹിയുടെ പ്രവചനാണ് ഈ ഒരു അവസ്ഥ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് ജീവിച്ച തലമുറകളുടെ പിന്മുറക്കാരിൽ അല്ലാഹ് എന്ന് പോലും പറയാത്ത അവസ്ഥയിലേക്ക് കാലം പോകുമെന്നാണ്. നമുക്കൊരു സമാധാനമുണ്ട്, നമ്മളെ കുട്ടികൾ നിസ്കരിക്കലുണ്ടല്ലോ, ആ സമയത്തെങ്കിലും അവര് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞ അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറയുണ്ടല്ലോ എന്ന് പറയാം. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ ദിക്റുകളും ദുആഉം സ്വലാത്തും ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷെ നമ്മുടെ തലമുറയില് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാധാരണ നൽകുന്ന ചിന്തിച്ചു നോക്കാം. മദ്രസയിൽ പഠിച്ചവരാവട്ടെ പഠിക്കാത്തവരാവട്ടെ, ഒരു ഹൈസ്കൂള് കാലം മുതൽക്ക് എവിടെയെങ്കിലും ഒരു പരിസരത്തുള്ള ഒരു ഹൈസ്കൂളിലോ ബോർഡിങ്ങിലോ മറ്റേതെങ്കിലും CBSE സിലബസിലോ ഒക്കെ അവർ പഠിക്കുമ്പോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഖുതുബ കേൾക്കുന്ന അവസ്ഥ അവർക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഇതേപോലെയുള്ള സദസ്സുകളിൽ നമ്മൾ കുട്ടികളുണ്ടോ? അങ്ങനെ നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ കുട്ടികളുണ്ടോ കേൾക്കുന്ന. നമ്മൾ കേൾക്കുന്നു. നമ്മുടെ കുട്ടികൾ എവിടെ? നമ്മുടെ പുതിയ തലമുറ എവിടെ? നമ്മുടെ മരുമക്കൾ എവിടെ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇന്ന് ഈ വീട്ടുകാർ മൂപ്പരെ മകന്റെ മകളെ പേരക്കുട്ടിന്റെ ഒരു കല്യാണത്തിനാണ് വിളിച്ചതെന്ന് വിചാരിക്കാം. നിങ്ങളിങ്ങനെ ഒറ്റത്തടിയായി 2 തടിയായി യുവമിഥുനങ്ങളെ പോലെ ആണും പെണ്ണും ഒറ്റക്ക് സ്കൂട്ടറിൽ വന്നാല്, അല്ല എവിടെ നിങ്ങളെ കുട്ടികളെവിടെ? അപ്പൊ ഓര് വന്നില്ല. അതെന്തേ? അല്ല ഓര് എന്ത് പണിയും ചെയ്ത് ഓരോ ഫോൺ വിളിച്ച് വരുത്തി എന്ന് പറഞ്ഞ് നമ്മൾ വരുത്തും.
അല്ലെങ്കിൽ നമ്മളെന്നെ വീട്ടിൽ നിന്ന് പോലും. അപ്പൊ നമ്മുടെ കുടുംബസമേതര കല്യാണത്തിന് വിളിച്ചാല് നമ്മള് ഒറ്റക്ക് പോകും. അവരൊക്കെ വേണമെങ്കിൽ വന്നോട്ടെ, ഓരും വിളിച്ചണല്ലോ, വലിയ കുട്ടികളല്ലേ, നീ വേണമെങ്കിൽ പോയിക്കോട്ടെ, എത്ര കാലം ഇപ്പൊ ഞാൻ വരെ ഇങ്ങനെ കൊണ്ടെടുക്കാം എന്ന് പറയോ? ഇല്ല. നമ്മള് ചിലതിന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയും, ചിലതിന്റെ പ്രാധാന്യം നമ്മൾ അവഗണിക്കാണ്. അത്തരം അവഗണനകളിലൂടെ വളർന്നു വരുന്ന നമ്മുടെ തലമുറ അവർ വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ടോ? അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ നാട്ടില് ഈദ്ഗാഹിൽ പങ്കെടുത്താൽ നമുക്കറിയാം. എന്തിനാ ഈദ്ഗാഹ് നടത്തുന്നത്? ഈദ്ഗാഹ് നടത്താനുള്ള പല കാരണങ്ങളിൽ ഒന്ന് പള്ളിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. കാരണം അത്രയും ആളുകൾ ആ നാട്ടിലുണ്ട് എന്നാണ്. പക്ഷെ വർഷത്തിലെ മറ്റു ദിവസങ്ങളിൽ, മറ്റു വെള്ളിയാഴ്ചകളിൽ ഇവരെവിടെയാണ്? ഇപ്പൊ നമ്മളൊരു ടൗണിലുള്ള ഒരു പള്ളി, ആ ടൗണിലുള്ള കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലം, അവിടെ പഠിക്കുന്ന കുട്ടികൾ, പ്രായപൂർത്തിയായ കുട്ടികൾ വെള്ളിയാഴ്ച ജുമക്ക് പോകുകയാണെങ്കിൽ APന്റെയും EKന്റെയും മുജാഹിദുകളുടെ വ്യത്യസ്ത ഗ്രൂപ്പിന്റെയും ജമാഅത്തിന്റെ തബ്ലീഗിന്റെ ഒക്കെ പള്ളി ഉണ്ടായാലും പള്ളിന്റെ പുറത്ത് ആൾക്കാരുണ്ടാവും ശരിക്ക് കുട്ടികൾ പള്ളിക്ക് എത്താണെങ്കിൽ. പക്ഷെ നമ്മളെ പള്ളിയിലോ മറ്റേതെങ്കിലും പള്ളിയിൽ അങ്ങനെ ഒരു നിറവുണ്ടോ? ഇല്ല. പത്രങ്ങളിലൊക്കെ എടുത്ത് കാണാം, റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ പിറ്റത്തെ ശനിയാഴ്ച മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ കാണാം, റമദാനിൽ അവസാനത്തെ വെള്ളി പള്ളി വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു, ആളുകൾ പള്ളിയുടെ പുറത്ത് മുസല്ല വിരിച്ച് നമസ്കരിച്ചു എന്ന് പറയും. ചില ആൾക്കാർ ആ വാർത്ത കാണുമ്പോൾ എന്താലേ, എന്താ കരുതി ആവേശം കൊള്ളാണ്. ഇതെന്താ റമദാനത്തെ അവസാനത്തെ വെള്ളിയാഴ്ച മാത്രം നിസ്കാരം? അങ്ങനെ ഉണ്ടോ? എല്ലാ വെള്ളിയാഴ്ചകളും പങ്കെടുക്കേണ്ട ഇബാദത്തല്ലേ? അങ്ങനെ പങ്കെടുക്കാത്ത ആളുകളുണ്ട്. അപ്പൊ നമ്മളെ കുട്ടി വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോ, കോളേജ് വിട്ട് വരുമ്പോ, ജോലി സ്ഥലം കഴിഞ്ഞ് വരുമ്പോ അവരന്ന് ലുഹ്റുസ്കരിച്ചതാണോ ജുമസ്കരിച്ചതാണോ, ജുമയിൽ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചറിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. ഖുത്ബ കേൾക്കാത്ത, വിചിന്തനം വായിക്കാത്ത, ഇസ്ലാമിക പ്രസിദ്ധീകരണം കാണാത്ത, മൊബൈൽ ഫോണിൽ ഇങ്ങനെ തോണ്ടി കളിക്കുക കുട്ടികളുണ്ട്. ഒരു റീൽ ഇങ്ങനെ കാണും, ഒന്ന് കഴിഞ്ഞ് അടുത്ത റീല്, ഇഷ്ടപ്പെടാത്ത റീലാണെങ്കിൽ ഒരു 3 സെക്കൻഡ് കണ്ട പിന്നെ തള്ളി നീക്കി ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ കാണും. തമാശക്ക് പോലും ഒരു ഇസ്ലാമിക് കണ്ടന്റ് ഉള്ള ഒരു സ്പീച്ചോ ഒരു പ്രസംഗോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇസ്ലാമിക് കണ്ടന്റ് ഉള്ള സാധനം കാണൂല. അതൊക്കെ എപ്പോഴും ഇല്ലതല്ലേ എന്ന് പറഞ്ഞ് തള്ളി നീക്കും. സ്പോർട്സിന്റെ പിന്നാലെ, സിനിമയുടെ പിന്നാലെ, കോമഡി ഷോകളുടെ പിന്നാലെ, റിയാലിറ്റി ഷോകളുടെ പിന്നാലെ മണിക്കൂറുകൾ സമയം ചെലവഴിക്കാം. പുതിയ തലമുറ എത്ര മണിക്കൂർ ഫോണിൽ നോക്കുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 8-10 മണിക്കൂർ അവർ ചെലവഴിക്കുന്നു എന്നാണ്. വർക്കൊന്നും ഉണർന്നത് മുതൽ ഫോണിലാണ്. നമ്മൾ പരസ്പരം മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതൽ, ഞാൻ എന്റെ പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ, എന്റെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ ഞാൻ നോക്കുന്നത് മൊബൈൽ ഫോണിലേക്കാണ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ മൊബൈലിൽ ഇസ്ലാം ലഭ്യമാണ്, ഈമാൻ കൂട്ടുന്ന കാര്യങ്ങൾ ലഭ്യമാണ്. പക്ഷെ നമ്മൾ അതിന് പിന്നാലെ പോകുന്നില്ല. ഞാൻ അത് സൂചിപ്പിക്കുന്നത് അല്ലാഹ് എന്ന് പറയുന്ന അവസ്ഥ പോലും ഇല്ലാതാകുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ ഈ വിഷയത്തിൽ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് വലിയ ഗൗരവത്തോട് കൂടിയുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. അപ്പൊ എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ ഭർത്താവ്, എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ മക്കൾ, എന്റെ ആങ്ങൾ, എന്റെ പെങ്ങൾ, എന്റെ സഹോദരൻ ഇവരിൽ നിലനിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമിക മൂല്യങ്ങൾ അത് വെറുതെ ഉണ്ടാവുന്നതല്ല. നമ്മൾ ഇടപെടണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ കുട്ടി, ആ കുട്ടിക്ക് ഇപ്പം ഒരു 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടിക്ക് 3-3.5 വയസ്സുള്ള കുട്ടി 3-3.5 വയസ്സുള്ള കുട്ടി ഒരു ഫോണ് അൺലോക്ക് ചെയ്യും, ഗാലറിയിൽ പോകും, ഇഷ്ടപ്പെട്ടത് കാണും, ഇഷ്ടപ്പെടാത്തത് മാറ്റി നിർത്തും, സോഷ്യൽ മീഡിയ തുറക്കും. അങ്ങനെ ഒരു കാലത്താണ്. അത് ആരാ പഠിപ്പിച്ചത്? അതെങ്ങനെയോ പഠിച്ചു. എങ്ങനെ പഠിച്ചു? നമുക്ക് അത്ഭുതമാണ്. പക്ഷെ ആ കുട്ടി അതേപോലെ ഒറ്റക്ക് ഖുർആൻ പഠിക്കും, ഒറ്റക്ക് നിസ്കരിക്കാൻ പഠിക്കും, ഒറ്റക്ക് അള്ളാനെ പേടിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇസ്ലാം എന്നത് നമ്മൾ ചൊല്ലി പഠിപ്പിക്കേണ്ടത്, വായിച്ച് കേൾപ്പിക്കേണ്ടത്, പറഞ്ഞ് പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്ന കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാവണം. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളുടെ ഇസ്ലാമീയത്തിന്റെ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്ന് നോക്കാം. ഇപ്പൊ വലത് കൈകൊണ്ട് തിന്നുക, വലത് കൈകൊണ്ട് കുടിക്കുക എന്നത് ഒരു ശക്തമായ ഒരു ഇസ്ലാമിക പാഠം. അപ്പൊ നമ്മളെ കുട്ടി ഭക്ഷണം കഴിക്കാണ്, ഓനോട് നമ്മൾ പറഞ്ഞു ഭക്ഷണം കഴിക്ക്, ശ്രദ്ധിച്ച് കഴിക്ക്, വൃത്തിയിൽ കഴിക്ക്, ടേബിൾ മാനേഴ്സ് കാത്തു സൂക്ഷിക്ക്, ചവച്ചരച്ച് കഴിക്ക്, പോത്ത് ചവച്ചരക്കുമ്പോ ഉണ്ടാക്കുന്ന ശബ്ദമൊന്നും ഉണ്ടാക്കല്ലേ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ലേ?
ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കുട്ടികളോട് എന്നെങ്കിലും ശരിക്കും കഴിക്ക്, വൃത്തിയിൽ കഴിക്ക്, നന്നായി കഴിക്ക്, ചവച്ചരച്ച് കഴിക്ക് എന്ന നിലയ്ക്ക് നിങ്ങൾ പറയുകയോ നിങ്ങളെ രക്ഷിതാക്കൾ നിങ്ങളോട് പറയുകയോ ചെയ്ത ഒരു സന്ദർഭമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്നായി കഴിക്കുക, കൈവയ്ക്കുമ്പോൾ കുഴപ്പമില്ല. അതായത് ശരിക്കും കഴിക്കടാ, നന്നായി കഴിക്കടാ, ഇതുപോലെ കുറച്ചുകൂടി കഴിക്കടാ, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും ഏകദേശം. എന്നാ ഞാൻ ചോദിക്കട്ടെ, മോനെ വലത് കൈ കൊണ്ട് കുടിക്കണം, വലത് കൈ കൊണ്ട് കുടിക്കടാ, ബിസ്മി ചൊല്ല്, വലത് കൈ കൊണ്ട് കുടിക്കണം എന്ന് ആ ഒരു പോയിന്റ് മാത്രമല്ല, വലത് കൈ കൊണ്ട് കുടിക്കണം എന്ന് ഞാൻ എന്റെ കുട്ടിയോട് ഒരു പ്രാവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ അപ്പ അല്ലെങ്കിൽ അമ്മ എന്നോട് ഒരു പ്രാവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് അവകാശപ്പെടാൻ ഒന്ന് കൈവക്കി. എല്ലാവരും വെക്കും. മാഷാ അല്ലാഹ്. ഇത് എല്ലാത്തിനും വേണം, എല്ലാത്തിനും വേണം. നമ്മുടെ കുട്ടികൾ സ്വയം ചെയ്യുന്നതും അശ്രദ്ധമായി വിടുന്നതും ഇസ്ലാമികമായി നിലനിർത്തേണ്ടതുമായ എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് ഏതെങ്കിലും പ്രീ സ്കൂളിന് പഠിക്കും, ഏതെങ്കിലും ക്യാമ്പിന് കിട്ടും, എന്നെങ്കിലും കിട്ടും എന്ന നിലക്കല്ല, നമ്മളെ വായിന്ന് കേൾക്കാൻ ഒരു തൗഫീഖ് ഓർക്ക് കിട്ടണം. എന്റെ വാപ്പ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാവുന്ന ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ നിങ്ങൾ അവർക്ക് അലങ്കരിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനം അല്ലാഹ് ആര് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് സൂക്ഷ്മമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുക എന്നതാണ്. ചരിത്രത്തിൽ ഒരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിലാണ്. പ്രവാചകന്റെ കൂടെ ഏകദേശം 100ഓളം ആളുകളുണ്ട്. ആ യാത്രക്കിടയിൽ റസൂലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളൊന്നും ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരാം. അപ്പൊ ഇന്നത്തെ കാലത്തെ പോലെ ഒരു കംഫർട്ട് സ്റ്റേഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈവനിങ് സ്നാക്സോ കഫേയോ ഹോട്ടലോ ഒന്നും ഇല്ലാത്തൊരു കാലാണ്. അവരെ ആ ഒട്ടകം അതല്ലെങ്കിൽ കുതിര കഴുത പോലെയുള്ള മൃഗങ്ങളൊക്കെ അവിടെ നിലനിർത്തി അവരൊരു സ്ഥലത്ത് ഇങ്ങനെ കാത്തിരിക്കാണ്. റസൂലുള്ള ഇങ്ങനെ നടന്നു നീങ്ങി, അവരെ കൺവട്ടത്ത് നിന്ന് റസൂലുള്ള മാഞ്ഞു പോയി. കുറെ സമയം കഴിഞ്ഞു, ദൂരെ നിന്നൊരാൾ കടന്നു വരുന്നു. അടുത്തെത്തിയപ്പോൾ അത് ആദരവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള ഇങ്ങനെ അടുത്തേക്ക് എത്തുമ്പോ റസൂലുള്ളാഹിന്റെ മുഖം നോക്കി പ്രവാചകന്റെ കണ്ണുകൾ കണ്ട് സ്വഹാബത്തിന് അത്ഭുതപ്പെടാം. റസൂലുള്ളാഹി കരഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. പ്രവാചകൻ വലിയ വിഷമത്തോടു കൂടിയാണ് വരുന്നത്. റസൂലുള്ളാഹി ഇങ്ങനെ അടുത്തേക്ക് എത്തിയപ്പോ ഓരോ സ്വഹാബിമാരിങ്ങനെ വിതുമ്പാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, ആളുകളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. റസൂൽ അവരെ തൊട്ടടുത്തെത്തി. റസൂൽ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയണത്? അവര് പറഞ്ഞു, റസൂലെ, നിങ്ങളെ കണ്ണ് നിറഞ്ഞത് കണ്ടിട്ട്, നിങ്ങളെ മുഖത്തെ വിഷമം കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് കരയാണ്. അവരോട് റസൂലുള്ള ചോദിച്ചു, ഞാൻ എന്തിനു കരഞ്ഞു എന്ന് നിങ്ങൾക്ക് അറിയോ? അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ല. റസൂലുള്ള പറയാണ്, ഈ സ്ഥലത്ത് വെച്ചാണ് ചെറുപ്പത്തിൽ എന്റെ ഉമ്മ മരണപ്പെട്ടത്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ എന്റെ ഉമ്മാനെ ഓർത്തുപോയി. ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, എന്റെ ഉമ്മയുടെ ഖബർ കാണാൻ നീ എനിക്ക് അനുവാദം നൽകണം. അള്ളാഹ് എനിക്ക് അനുവാദം നൽകി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇവിടെ നിൽക്കി എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഉമ്മയുടെ ഖബർ കാണാൻ പോയത്. ആ ഖബർ കണ്ടപ്പോൾ ചെറുപ്പത്തിലുള്ള എന്റെ ഉമ്മയുടെ മുഖത്തിന്റെ മങ്ങിയ ഓർമ്മകൾ പോലും ഒരുപക്ഷെ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല. അത്ര ചെറിയ പ്രായത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മാതാവ് മരണപ്പെട്ടത്. ആ മാതാവിന്റെ ഖബർ കണ്ട് പ്രവാചകൻ എന്ന മകന്റെ മനസ്സ് വിതുമ്പി. പ്രവാചകൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹുവേ, എന്റെ ഉമ്മാക്ക് പൊറുത്തു കൊടുക്കണം, എന്റെ ഉമ്മാക്ക് സ്വർഗം നൽകണം, എന്റെ ഉമ്മാക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകണം എന്ന് പ്രാർത്ഥിക്കാൻ നീ എനിക്ക് അനുവാദം നൽകണം. അല്ലാഹു എനിക്ക് അനുവാദം തന്നില്ല. ആ അനുവാദം തരാത്തത് കൊണ്ടാണ്, അതിന്റെ വിഷമത്തിലും സങ്കടത്തിലുമാണ് ഞാൻ കരഞ്ഞുപോയത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകൻ തന്റെ ജീവിതത്തിൽ തന്റെ ഉമ്മയെ കുറിച്ചൊരു മകൻ ആഗ്രഹിക്കുന്നത് ആ മകന് നാളെ പരലോകത്ത് സകുടുംബം സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നാണ്. പക്ഷെ അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ സ്നേഹം മാത്രമുണ്ടായാൽ പോരാ, വാത്സല്യം മാത്രമുണ്ടായാൽ പോരാ, കുടുംബത്തിൽ ഇണക്കവും സന്തോഷവും ഉണ്ടായാൽ മാത്രം പോരാ. സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടം തള്ളി തുറന്ന് പ്രവേശിക്കുന്ന
പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഒരു ആദർശമുണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവർക്ക് മാത്രമേ സ്വർഗം ലഭിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഒരു ചിന്ത, എന്റെ കുടുംബത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ ചിന്ത, അവർക്ക് തൗഹീദ് കിട്ടുന്നു, അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കണം. ചരിത്രത്തിലെ മറ്റൊരു സംഭവം, അതൊരു ചരിത്രമാണെങ്കിലും നടക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി വിശദീകരിക്കുന്നു, യൽഖാ ഇബ്രാഹീമു അബാഹു ആസറ യൗമൽ ഖിയാമ വഅലാ വജ്ഹി ആസറ ഫതറത്തുൻ വഗബറത്തുൻ. മുടിപുരണ്ട അവസ്ഥയിൽ അപമാനം പേറുന്ന മുഖവുമായി ഇബ്രാഹിമിന്റെ പിതാവിന് ഇബ്രാഹിം നബി നാളെ പരലോകത്ത് കണ്ടുമുട്ടും. സ്വർഗം സത്യമാണ്, നരകം സത്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇബ്രാഹിം നബിയുടെ പിതാവ് അപമാന ഭാരത്താൽ ഭയം നിമിത്തം പ്രയാസപ്പെടുകയാണ്. അങ്ങനെയാണ് ഇബ്രാഹിം നബിയെ കാണുന്നത്. ആ സമയത്ത് ബാപ്പാന്റെ ദുര്യോഗം കണ്ട്, ദുർഗതി കണ്ട് മകൻ ബാപ്പയോട് ചോദിക്കുന്നുണ്ട്, ബാപ്പ, എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പന തള്ളിക്കളയരുത് എന്ന്, പക്ഷെ നിങ്ങൾ കേട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രയാസമെന്ന്. ആ സമയത്ത് ഇബ്രാഹിം നബി ബാപ്പാനോട് പറയും, ഇബ്രാഹിം നബിയുടെ ബാപ്പ ഇബ്രാഹിം നബിയോട് പറയും, ഇന്ന് നീ എന്നോട് എന്തും പറഞ്ഞോ ഞാനത് കേൾക്കാം, ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യാം എന്ന് ഇബ്രാഹിം നബിനോട് ബാപ്പ പറയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി എന്ന് പ്രയാസപ്പെടും. അദ്ദേഹം അള്ളാഹുവിനോട് പറയും, യാ റബ്ബ് ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅസൂൻ ഫഅയ്യു ഖിസിയിൻ അഖ്സാ മിൻ അബിൽ അബ്അദ്. പരലോകത്തിലേക്ക് അപമാനമുണ്ടാവില്ല എന്ന് റബ്ബേ നീ എനിക്ക് നൽകിയ വാഗ്ദാനമാണ്. എന്റെ ബാപ്പ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ എന്ത് അപമാനമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുത്ത് സ്വർഗം നൽകണം എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ എന്താ അല്ലാഹ് പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തവർക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്നാണ് പറയാ. അവിടെ ബാപ്പയാണ്, സ്വന്തക്കാരനാണ്, അത്ര നല്ല മാനസികാവസ്ഥയിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. റൂഹിൽ, ശരീരത്തിൽ റൂഹുള്ള കാലത്തോളം ഈ ഒരു ആദർശത്തെ നെഞ്ചിലേറ്റുക എന്നത് മരണാനന്തര ജീവിതത്തിൽ സ്വർഗം ലഭിക്കുന്നതിനുള്ള ഒരു അനിവാര്യതയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹിന്റെ ചരിത്രത്തിലെ മറ്റൊരു സംഭവം, റസൂലുള്ള ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിൽ കരഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. പാത്രം തിളച്ചു മറിയുമ്പോൾ അതിന്റെ മൂടിയിൽ കേൾക്കുന്ന ശബ്ദം പോലെ, തിളച്ചു മറിയുന്ന പാത്രത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം പോലെയുള്ള ഒരു ഇരമ്പൽ, ഒരു ഏങ്ങിക്കരച്ചിൽ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞങ്ങൾ കേട്ടിരുന്നു എന്ന് സഹാബത്ത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. പക്ഷേ പ്രവാചക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സങ്കടപ്പെട്ട ഒരു സന്ദർഭം അബൂ ത്വാലിബ് മരണപ്പെട്ടപ്പോഴാണ്. അബൂ ത്വാലിബ് പ്രവാചകന്റെ എളാപ്പയാണ്. ഒരു വാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് പ്രവാചകൻ ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തത് അബൂ ത്വാലിബാണ്. ഒരു സമൂഹം പ്രവാചകനെ തള്ളിക്കളഞ്ഞപ്പോൾ ഞാൻ നിനക്ക് സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞ് പ്രവാചകനെ ചേർത്ത് നിർത്തിയത് അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബ് മരണാസന്നനായി കിടക്കുമ്പോൾ റസൂലുള്ളാഹി അബൂ ത്വാലിബിനോട് പറയുന്നു, എന്റെ എളാപ്പ, താങ്കളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ വാചകമൊന്ന് പറഞ്ഞാൽ മതി, ആ ഒരു വാക്ക് പറഞ്ഞാല് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ഞാൻ സംസാരിക്കാം, താങ്കൾക്ക് വേണ്ടി ഞാൻ റബ്ബിനോട് വാദിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പക്ഷെ അബൂ ത്വാലിബ് ആ സമയത്ത് സമ്മർദ്ദത്തിലായി. കാരണം അദ്ദേഹത്തിന്റെ തൊട്ടപ്പുറത്തുള്ളത് അബൂ ജഹലാണ്. അബൂ ജഹൽ അബൂ ത്വാലിബിനോട് ചോദിക്കുന്നു, ഇത്രകാലം ജീവിച്ച് അവസാനം മരിക്കാൻ നേരത്ത് അബ്ദുൽ മുത്തലിബിന്റെ ആദർശം വലിച്ചെറിഞ്ഞ് മുഹമ്മദ് കൊണ്ടുവന്ന പുതിയ മതത്തിലേക്ക് ചേക്കേറി അങ്ങനെ മരിക്കാനാണോ നീ താല്പര്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് സമ്മർദ്ദമുണ്ടാക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അസ്വസ്ഥനാക്കുന്നു. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, ഒരൊറ്റ തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറഞ്ഞാൽ മതി, ആ വാചകം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റബ്ബിനോട് സംസാരിക്കാമെന്ന്. പക്ഷെ അബൂ ത്വാലിബ് ആ ഷഹാദത്തിന്റെ വാചകം ചൊല്ലാതെ അങ്ങനെ മരണപ്പെടുകയാണ് ചെയ്തത്. റസൂലുള്ളാഹിന്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രവാചകൻ പിളരുന്ന വേദനയോടെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. റസൂലേ,
ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഹിദായത്തിലാക്കി ഇസ്ലാമിലേക്കാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ താങ്കൾക്ക് സാധിക്കില്ല. അള്ളാന്റെ തൗഫീഖും ആവശ്യമാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനിത് സൂചിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അറിയാതെ പോയാൽ, പഠിക്കാതെ പോയാൽ, ഉൾക്കൊള്ളാതെ പോയാൽ മരണാനന്തര ജീവിതം അവതാളത്തിലാണ്, അപകടത്തിലാണ് എന്നത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ഷഹാദത്തിന്റെ വാചകം ഇത് നമ്മൾ കൃത്യമായി വ്യക്തമായി പഠിക്കുക, ഉൾക്കൊള്ളുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിരിക്കണം. ഇപ്പൊ ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, റസൂലേ, അബ്ദുല്ലാഹി ഇബ്നു ജുദാനെ കുറിച്ച് എന്താ അഭിപ്രായം? നാട്ടിൽ അദ്ദേഹത്തെക്കാൾ നല്ലൊരു മനുഷ്യൻ ജീവിച്ചിട്ടില്ല. സാമൂഹ്യ സേവകനാണ്, കുടുംബബന്ധം ചേർക്കുന്നവനാണ്, പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്നവനാണ്, ഭക്ഷണം വിതരണം ചെയ്യുന്നവനാണ്, രോഗികൾക്ക് ആശ്വാസം നൽകുന്നവനാണ്, നാട്ടിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവർക്ക് നീതി കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നവനാണ്. ആ മനുഷ്യന്റെ പരലോകത്തെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, അയാൾ നരകാവകാശിയാണ്. കാരണം അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞ് ജീവിച്ചിട്ടില്ല. അയാളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ട്, പക്ഷേ ആ നന്മകളെ നിലനിർത്തുന്ന തൗഹീദ് അയാളിൽ ഉണ്ടായിട്ടില്ല, ഇസ്ലാം അയാളിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ അയാൾക്ക് സ്വർഗം ലഭിക്കില്ല എന്ന് ശിർക്കല്ലാത്ത ഏത് തെറ്റുകളും അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. ശിർക്ക് പുറത്തു കൊടുക്കണമെങ്കിൽ ഒരു വ്യക്തി തൗബ ചെയ്യണം, ഷഹാദത്ത് ചൊല്ലണം, ഇസ്ലാമിക നിലപാടിലേക്ക് തിരിച്ചു വരണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ തൗഹീദ് എന്ന് പറയുന്നത്, അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ചരിത്രത്തിൽ നാം ഒരു പിതാവിനെ കാണുന്നു, മരണാസന്നനായി കിടക്കുന്നു. അദ്ദേഹം മക്കളെ വിളിച്ചു ചേർക്കുന്നു. ആ മക്കളോട് ആ ബാപ്പ ചോദിക്കുന്നു, എന്റെ കാലശേഷം ആരെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക? ചോദിച്ചത് യാക്കൂബ് നബിയാണ്. ആ യാക്കൂബ് നബിക്ക് ഉത്തരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മക്കളാണ്. നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ റബ്ബ് ഏകനായ അല്ലാഹുവിനെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമെന്ന് മക്കൾ മറുപടി പറഞ്ഞത് വിശുദ്ധ ഖുർആൻ അതിൽ ആയത്തുകളിലൂടെ പരിചയപ്പെടുത്തുന്നു. ഒരു ബാപ്പാന്റെ മനസ്സ്, ഒരു ഉമ്മയുടെ മനസ്സ്, ഒരു കുടുംബത്തിന്റെ മനസ്സ് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ ആവേശത്തിലായിരിക്കണം. എങ്കിലേ സ്വർഗം ലഭിക്കൂ. ദുനിയാവിലെ പറുദീസകൾക്കപ്പുറത്ത് യഥാർത്ഥത്തിലുള്ള സ്വർഗം അത് മരണാനന്തര ജീവിതത്തിലുള്ളതാണ്. അതിനുള്ള സ്വർഗം ഉറപ്പുവരുത്തുന്ന ഒരു ആദർശം നമ്മുടെ വീട്ടിലുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഹറാമുകളെ കുറിച്ച് ഒരു അളവ് വരെ ആശ്വാസം കൊള്ളാം. എന്റെ മകൻ ബാംഗ്ലൂരിലേക്കോ മൈസൂരിലേക്കോ ഗോവയിലേക്കോ തായ്ലാന്റിലേക്കോ സിംഗപ്പൂരിലേക്കോ ലോസ് ഏഞ്ചൽസിലേക്കോ പോയാൽ അവൻ 5 നേരം നമസ്കരിക്കുമോ? അവൻ പെണ്ണിനെ പിടിക്കുമോ? അവൻ അവിഹിതത്തിൽ പോകുമോ? അവൻ ശരീരം വിൽക്കുമോ? അവൻ ലഹരി മരുന്നുമായി ജീവിക്കുമോ? എന്താണ് ആ മകനെ കുറിച്ചുള്ള നമ്മുടെ ആദി? ആ ആദിക്കുള്ള പരിഹാരം അവന് നിങ്ങൾ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഹൃദയമുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നതാണ് അതിനുള്ള പരിഹാരം. ആ നിലയ്ക്ക് നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ഇസ്ലാമികമായ ചിന്തകൾ ഉണ്ടാകുവാനുള്ള കൃത്യമായ പരിശ്രമമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഇത്തരം സദസ്സുകൾ അതിന് ഒരു നിമിത്തമാണ്. പക്ഷെ ആ സദസ്സിൽ നമ്മൾ മാത്രം കേട്ട് നമ്മളിങ്ങനെ ആവേശം കൊണ്ട് നമ്മളിങ്ങനെ അതിന്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടാൽ പോരാ. ഇത് നമ്മുടെ മക്കളും ഇതേ ഇന്റൻസിറ്റിയിൽ അത് കേൾക്കണം. നമ്മൾ കേൾക്കുന്ന അത്ര തവണ അവർ കേൾക്കണം. ഖുതുബ കേൾക്കണം, ക്ലാസുകൾ കേൾക്കണം, ഖുർആൻ ഓതണം, പരിഭാഷകൾ വായിക്കണം, ദീനീ സദസ്സുകളിൽ അവരുണ്ടാവണം. അത് ഉറപ്പുവരുത്തുന്ന സാഹചര്യം നമുക്കുണ്ടാകണം. അതിന്റെ കൂടെ നമ്മുടെ നാട്ടിൽ പലതരം വിവാദങ്ങളുണ്ട്. ആ വിവാദങ്ങൾക്കിടയിൽ ഇസ്ലാമിന്റെ നിലപാടുകൾ നമ്മൾ കൃത്യമായി ഓർക്കണം. ഹിജാബ് വീണ്ടും ചർച്ചയിലുണ്ട്, പർദ്ദ വീണ്ടും ചർച്ചയിലുണ്ട്, ശിരോവസ്ത്രം വീണ്ടും ചർച്ചയിലുണ്ട്. ആ ചർച്ചകളുടെ അതിന്റെ മെരിറ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇതെനിക്ക് ആവശ്യമില്ലാത്ത ഒരു വിഷയമായി നമ്മൾ അതിനെ അവഗണിക്കരുത്. ഓരോ വിവാദങ്ങളുടെയും വസ്തുനിഷ്ഠമായ ഒരു വിശകലനം
പരിശീലനം മുസ്ലിം എന്ന നിലക്ക് നമുക്കുണ്ടായിരിക്കണം. ശിരോവസ്ത്രം ധരിക്കാത്തതിന്റെ പേരിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം തടയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോകേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചില ആളുകൾ പറയും, 8ാം ക്ലാസ്സിന്റെ കുട്ടിയുടെ മഫ്തന്റെ വിഷയത്തിൽ എന്തിനാ വാശി പിടിക്കുന്നത്, അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യണ്ടേ, ഈ ചെറിയ കാര്യത്തിൽ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ആ 2 ഇഞ്ച് തട്ടത്തിലാണോ ഒരാളുടെ ഈമാൻ നിലനിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷേ ഇസ്ലാമിന്റെ ഓരോ വിഷയം, അതിന്റെ പ്രാധാന്യം, അത് ഖുർആൻ പറഞ്ഞ ഹദീസ് പറഞ്ഞ അളവിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഹിജാബ് എന്ന് പറയുന്നത് 6ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്രത്തിൽ ജീവിച്ച ഒരു പ്രവാചകൻ ആ കാലഘട്ടത്തിൽ നിശ്ചയിച്ച ഒരു വേഷവിധാനം മാത്രമായി നമ്മൾ അതിനെ കാണാൻ പാടില്ല. അറബി നാട്ടിലെ മരുഭൂമിയിലെ ആ പുതിക്കാറ്റിനെ അതിജീവിക്കുവാനുള്ള കേവലമായ വേഷമായി നാം അതിനെ ചെറുതാക്കി കാണരുത്. വൈദ്യിരിക്കുന്ന പെണ്ണിനെ ആ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള കേവലമായ ഒരു വേഷമായി ഹിജാബിനെ നമ്മൾ വിലയിരുത്തരുത്. നമസ്കരിക്കുമ്പോൾ, ഉംറ ചെയ്യുമ്പോൾ, ഹജ്ജ് ചെയ്യുമ്പോൾ, ഇതുപോലുള്ള സദസ്സുകൾ ഇരിക്കുമ്പോൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഹിജാബ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. സഭാവസ്ത്രം പോലെ, തിരുവസ്ത്രം പോലെ ഏതെങ്കിലും ചില ആളുകൾ അണിയേണ്ടതാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നബിയെ പറയണം, ഈ ഹിജാബ് അണിയുക എന്നത്, ദീന് പറഞ്ഞ രൂപത്തിൽ വേഷം ധരിക്കുക എന്നത് താങ്കളുടെ ഭാര്യമാർക്ക് ബാധകമാണ്, അവർക്ക് മാത്രമല്ല. താങ്കളുടെ പെൺമക്കൾക്ക് ബാധകമാണ്, അവർക്ക് മാത്രമല്ല. മുസ്ലിം സമൂഹത്തിലെ പ്രായപൂർത്തിയായ സഹോദരിമാർക്കും ബാധകമാണ്. ആ നിലക്ക് അതിന്റെ പ്രാധാന്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. പ്രായപൂർത്തിയായ നമ്മുടെ പെൺമക്കൾ അന്യ പുരുഷന്മാർക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഹിജാബ് ധരിക്കണം. പെണ്ണിനെ ഇസ്ലാം വീടിന്റെ ഉള്ളിൽ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പെണ്ണിന് പുറത്തിറങ്ങാം, പഠിക്കാം, ജോലി ചെയ്യാം, യാത്ര ചെയ്യാം, രാഷ്ട്രീയത്തിലിറങ്ങാം. പക്ഷേ ഹിജാബ് പാലിക്കേണ്ടതുണ്ട്. അത്യാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും പെണ്ണിന് പുറത്തിറങ്ങാം, പക്ഷെ ഹിജാബ് അണിയണം എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. കല്യാണത്തിനും ടൂറിനും തൊഴിൽ സ്ഥലത്തും ജോലി സ്ഥലത്തും നമ്മൾ ഹിജാബ് അണിയുന്ന ഒരു സംസ്കാരം നിലനിർത്തണം. ഹിജാബ് ധരിച്ചാൽ ശ്വാസം കിട്ടുമോ, ഹിജാബ് ധരിച്ചാൽ കനമില്ലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന, കളിയാക്കുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷെ ഹിജാബ് അണിഞ്ഞവർ സ്പേസിൽ പോയി ലോകത്തെ അഭിസംബോധന ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. UAE പൗരയായ നൂറ അൽ മത്റൂഷി UAE സ്വദേശിനിയായ ഒരു ആസ്ട്രോണറ്റ് ആണ്. സ്പേസിൽ വെച്ച് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ ലോകത്തെ അഭിസംബോധന ചെയ്തത്. സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ യമൻകാരിയായ തവക്കുൽ കർമാൻ അവാർഡ് ഏറ്റുവാങ്ങുന്നത് പർദ്ദ ധരിച്ചുകൊണ്ടാണ്. കർണാടകയിലെ കെൻസ ഫാത്തിമ MLA പൊതുരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പർദ്ദ ധരിച്ചുകൊണ്ടാണ്. വിശ്വേശ്വര എന്ന കർണാടകയിലെ സർവകലാശാലയിൽ നിന്ന് 16 അക്കാഡമിക് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ഫാത്തിമ മുസ്ലിം വനിതകളുടെ പേരുകൾ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പർദ്ദ ധരിച്ചവർ ഭരണം കൈയാളുന്നു, പർദ്ദ ധരിച്ചവർ വിമാനം ഓടിക്കുന്നു, പർദ്ദ ധരിച്ചവർ പൊതുയിടങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് ഈ പർദ്ദ ഭീതിയുടെ അടയാളമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ, ഇത് അനാവശ്യമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അവസരം കാത്തിരുന്ന ഔറത്ത് കാണിക്കുന്നതിന് പകരം നമ്മൾ ആദർശം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കുട്ടികൾക്കുണ്ടാവണം. ഉമ്മ അണിയുന്നത് പോലെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഹിജാബോടുകൂടി വസ്ത്രം ധരിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാകണം. ആ രംഗത്തെല്ലാം സൂക്ഷ്മതയുണ്ടാകണം. അത് പാലിക്കണമെങ്കിൽ 18ഓ 20ഓ വയസ്സുള്ള പെൺകുട്ടിയോട് നീ നല്ല വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി ഉൾക്കൊണ്ടാൽ മാത്രമേ ആ രംഗത്തെ ഇസ്ലാമിക മൂല്യങ്ങളെ ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിക്കൂ എന്ന് നാം കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ദഅവാ സംരംഭം എന്ന നിലക്കാണ് ഈ തച്ചൻകുന്ന് പ്രദേശത്തുള്ള നമ്മൾ ഇങ്ങനെ ഒരു ഗ്രഹയോഗത്തിൽ പങ്കെടുത്തത്. ഇത് ഒരു ദഅവാ സംരംഭമാണ്. ഇതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശാഖകളിലും മണ്ഡലങ്ങളിലും ജില്ലകളിലും സംസ്ഥാന തലങ്ങളിലും നടക്കുന്ന വ്യത്യസ്ത ദഅവാ സംരംഭങ്ങളെ നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ പിന്തുണക്കണം. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പ്രസിദ്ധീകരണമാണ് വിചിന്തനം വാരിക. ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാമിക വിഷയങ്ങൾ
വിഷയങ്ങളിൽ സമകാലികമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വായിക്കാനുള്ള വിഭവമായിട്ടാണ് വിചിന്തനം വരുന്നത്. ഒരു വർഷം വിചിന്തനം വരിക്കാരനാവാൻ ചെലവ് 650 രൂപയാണ്. ഒരു ദഅവാ സംരംഭം എന്ന നിലയ്ക്ക് ഒരു വർഷത്തെ ഒരു ദഅവാ പ്രസിദ്ധീകരണത്തിനെ പിന്തുണയ്ക്കുന്ന മനസ്സോടുകൂടി ഓരോ മുജാഹിദ് ഭവനത്തിലും ഈ ഒരു വിചിന്തനം വാരിക ഉണ്ടായിരിക്കണം. ഞാൻ വായിക്കാറില്ല, എനിക്ക് വായിക്കാൻ നേരമില്ല, വീട്ടിലുള്ളവർ വായിക്കാറില്ല എന്ന് പറയേണ്ടവരല്ല നമ്മൾ. വായിക്കണം എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളാണ് നമ്മൾ എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. വിചിന്തനം വാരിക, അതിന് 650 രൂപ ചെലവഴിച്ച് ഓരോ മുജാഹിദ് വീട്ടിലും വിചിന്തനം വാരിക ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന സാഹചര്യം ഉണ്ടാകണം. നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ അടുത്ത ഞായറാഴ്ച നമ്മുടെ സഹോദരിമാർക്ക്, ഉമ്മമാർക്ക് MGMന്റെ ജില്ലാ തലത്തിലുള്ള ഒരു സമ്മേളനം കൊയിലാണ്ടിയിൽ വെച്ച് നടക്കുന്നു. ആ സമ്മേളനത്തിൽ നമ്മുടെ പ്രായപൂർത്തി എത്തിയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ സഹോദരിമാരും അവിടെ എത്തി എന്ന് ഏറ്റവും ചുരുങ്ങിയത് ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അത്തരം പ്രോഗ്രാമുകളിൽ നമ്മൾ പങ്കെടുക്കണം. മൂന്നാമത്തേത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവംബർ 16-ന് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസംഗമം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നു. 100ാം വാർഷികം എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു സംഘടനയുടെ പോരാട്ട ചരിത്രമല്ല, മറിച്ച് മുസ്ലിം നവോത്ഥാനത്തിന്റെ കേരളത്തിന്റെ ചരിത്രമാണ്. 100 വർഷം പിന്നിടുമ്പോൾ നാം ഈ സമൂഹത്തിൽ അഭിസംബോധന ചെയ്യുന്ന വിഷയങ്ങളെ വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഒരു സമ്മേളനം നമ്മുടെ നാട്ടിൽ നിന്ന് ബസ്സുകൾ ബുക്ക് ചെയ്ത് അതിൽ നമ്മൾ ആ കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തുന്ന, അതല്ലെങ്കിൽ ട്രെയിൻ മാർഗം കോഴിക്കോട് കടപ്പുറത്തെത്തുന്ന ആ സംഗമത്തിലേക്ക് പരമാവധി സാന്നിധ്യം ഉണ്ടാകുവാൻ നമ്മൾ ഉറപ്പുവരുത്തണം. നാലാമതായി സൂചിപ്പിക്കുവാനുള്ളത് MSM എന്ന വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഒരു മഹാദഅവാ സംരംഭം ഡിസംബർ 25, 26, 27, 28 ദിവസങ്ങളിൽ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ്. പതിവ് സമ്മേളനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് മാത്രം ശ്രദ്ധിക്കാൻ മാത്രം കേൾപ്പുള്ള ഈ ജൻസിയുടെ, ഈ തലമുറയുടെ ആ വൈബ് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി അവരെ ഇരുത്തി കാര്യങ്ങൾ കേൾപ്പിക്കാൻ സാധിക്കുന്ന ഒരു വേറിട്ട രൂപത്തിലുള്ള ഒരു കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് ഡിസംബർ അവസാനത്തിൽ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ഓരോ മുജാഹിദ് മക്കളും ആ സമ്മേളനത്തിൽ എത്തുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇത്തരം സമ്മേളനങ്ങളിൽ ശാരീരികമായി, സാമ്പത്തികമായി, സാങ്കേതികമായി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ദഅവാ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രബോധന രംഗത്ത് കേരളത്തിലെ മുസ്ലിം പ്രബോധക ഇടങ്ങളിലെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമാണ് MM അക്ബർ സാഹിബ്. അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായി ട്രീറ്റ്മെന്റിലാണ്. അദ്ദേഹത്തിന് ശബ്ദം നിലച്ചു പോയിട്ടുള്ള വളരെ പ്രയാസകരമായ കടുത്ത റെസ്റ്റ് ആവശ്യമുള്ള ഒരു സന്ദർഭമാണ്. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. MM അക്ബർ സാഹിബ് കഴിഞ്ഞ 10-30 വർഷങ്ങളായി വേദികളിലും പേജുകളിലും നിറഞ്ഞതെന്ന് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ഇസ്സത്തോടുകൂടി മുസ്ലിമീങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ കെൽപ്പുള്ള രൂപത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും സംഘർഷങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, ഏവർക്കും നീ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഹലാലായ മോഹങ്ങൾ പൂർവടിയുന്ന ദുനിയാവിലെ ഹസ്നത്തുകൾ ആസ്വദിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ കൺകുളിർമയുള്ള സന്തോഷവും ആശ്വാസവും ഇണക്കവുമുള്ള സാഹചര്യം നൽകി അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. ഇത്തരത്തിലുള്ള നന്മകൾ, ആ നന്മകൾക്ക് സ്ഥലം വിട്ടുകൊടുക്കാൻ, വീട് വിട്ടുകൊടുക്കാൻ, സമയം വിട്ടുകൊടുക്കുവാൻ പല രീതിയിൽ ഈ ഒരു സംരംഭവുമായി ഇടപെട്ട് സഹകരിച്ചവരാണ് നമ്മളെല്ലാവരും. അല്ലാഹുവിനോട് ഈ നന്മകൾ നിലനിൽക്കാൻ തൗഫീഖിന് വേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
ചെറുതും വലുതുമായ എല്ലാ നന്മകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.